ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മനസ്സാവാച ഇല്ലാത്തൊരു കാര്യമാണിത്. ഞങ്ങളുടെ ഈ ഇതില് പങ്കില്ലാത്ത ഒരാളാ. ഇതിപ്പോ നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ പ്രശ്നമാണെങ്കിലും ഇത് കേസും കൂട്ടായി കഴിഞ്ഞാൽ കോടതി പോകും. കോടതി പോയി കഴിഞ്ഞാൽ അന്വേഷണം വരുമ്പോ എവിടെ താമസിക്കണമെന്ന് പറയും. അപ്പൊ അവിടുത്തെ താമസക്കാരനെ പറഞ്ഞ ഒന്നും അറിയാത്ത ഞാനും കൂടി കോടതി കയറണം. അതാണ് അപ്പൊ പരിഹാരം. ഞങ്ങളുടെ ബുദ്ധിമുട്ടല്ല. ഏടാ ജോസുട്ടി, അതല്ലാന്ന് ഇന്റെ മാനക്കേടല്ല ഞാൻ പറഞ്ഞത്. അതേമാതിരി തന്നെയല്ലേ നിങ്ങൾക്ക് ഭാര്യമാരൊന്നുമില്ലേ? ഇത് നമ്മൾ ചെയ്തിട്ടില്ല, അത് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അതെ, ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, കാര്യങ്ങൾ നടക്കുമ്പോ വാദ്യം പ്രതിയും ഒക്കെ കോടതിയിൽ പോകണം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ചെയ്തിട്ടില്ല എന്ന് പിന്നെ അവസാനം തെളിയായിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നാലെ അങ്ങനെ കിടന്നങ്ങോട്ട് വട്ടം തിരിയണോ? അല്ലാതെ കേസ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്. കേസ് ഇല്ലാണ്ട് ഒതുക്കാൻ എന്താ ചെയ്യണ്ടത്? അത് ചെയ്യാം. അതെന്ത് ചെയ്യാനാണ്? അതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മാഷിനായിട്ട് സംസാരിക്കാം. മാഷ് ഇപ്പൊ ഭാസ്കര മാഷ് നമ്മൾ അറിയാത്ത ആളൊന്നല്ലല്ലോ. ആളിങ്ങോട്ട് വിളിപ്പിക്കണോ? ആളിങ്ങോട്ട് വിളിപ്പിച്ചിട്ട് കാര്യം പറയണോ? അതെ, ഭാസ്കരൻ മാഷ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തോ പങ്കുണ്ടെന്ന് ചെയ്തത് സമ്മതിച്ച പോലെ ആയില്ലേ? അതെ, പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ ഒന്ന് പറയാണ്ടിരിക്കും. നിങ്ങൾ രണ്ടാളും ഞാൻ ചെയ്തോണ്ട് மல்லி உன்னை பார்த்தா பரிதாபமா இருக்கு. உன் புருஷன் இந்த மாதிரி வேலையெல்லாம் பண்ணிட்டு நீ எல்லாம் கம்முன்னு மூடிக்கிட்டு இப்படி இருக்குது பாரு. அல்ல உன்னை சொல்லி குத்தம் இல்லை, நீ என்ன பண்றது? அவனே நம்பிட்டு வீடு விட்டு வந்தவளு இனி இவன் கூட சண்டை போட்டா 2 குழந்தைகளையும் வச்சு எங்க போய் வாடுறது? அப்படியே ஆகட்டும். இதுதான் அழியனுக்கு ஓരോ എഴുതണം. എന്റെ അണ്ണൻ എന്താണ് കുഴപ്പം? എന്താണ് എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വാസേട്ടൻ ഒരു പ്രശ്നത്തിൽ പോയി പെട്ട് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളൂ. അല്ല അണ്ണൻ ഇടപെടാൻ നിൽക്കണ്ട. നിങ്ങൾ സഹിക്കും. നിങ്ങൾ പെമ്പളங்க വീട്ടുக்குள்ள தானே இருக்குது, வெளிയൊന്നും வர்றதில்லையே. நான் தானே வெளியிறங்கி மூஞ்ச ஆறி மூஞ்ச பக்க முடியாம இருக்குது. காதலிக்கிறதுக்கு இருக்கிறதெல்லாம் சகஜம்தான். நானும் காதலிச்சு தான் கல்யாணம் பண்ணேன். ஆனா அழி அப்படியா 18 வயசாயவனுக்கு பொண்ணு தான் பீடிப்பிச்சு வந்திருக்குது. അത് ഞാനങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞില്ലേ അണ്ണാ? നിങ്ങൾ സഹിച്ചോ? എന്നാല സഹിക്ക முடியல, அதுதான் சொன்னேன். 1.5 லட்சம் ரூபாய் வேலை தான் நான் வேண்டான்னு வச்சிட்டேன். എന്തിനാണ് വേണ്ടെന്ന് വെച്ചാൽ? എന്തിനാണ്? எப்படி அந்த முதலாளி மூஞ்சல பார்த்து வேலை செய்யறது? அவர் என்ன கிண்டலா பேசுமல்ல? பாரு, அந்த வேலை செய்யற ஆளு 18 வயசாய பெண்ணிനെ പീഡിപ്പിച്ച ആളുടെ അളിയെന്ന് சொன்னா മാനം മര്യാദ പോയിടും. അതിനകത്ത് அந்த വേല വേണ്ടാന്ന് വെച്ചാ. അല്ല അണ്ണൻ എവിടെയാണ് ഈ 1.5 ലക്ഷത്തിന്റെ പണി എവിടെ നിന്നാണ് വന്നത്? அது போட்டும், அது 1.5 லட்சம் தானே, அது போன பரவாயில்ல. இதுதான் இப்ப பிரச்சனை. அளியன்ற காரியம் தான் பிரச்சனை. எங்க ஊர்ல எல்லாம் கல்யாணம் முடிஞ்சா ஏதோ பெண்ணிനെ லவ் பண்றதெல்லாம் சகஜம்தான். அவளை சின்ன வீடா வச்சு பாப்பிக்கும். அல்லான 18 வயசான பெண்ணிന്റെ பின்னாடி பீடிப்பிക്കാൻ போവില്ല. நீ சகிச்சிட்டு இருந்தோம், ஒரு பிரச்சனை இல்ல. நாளை அந்த 18 வயசாய பெண்ணு இது அப்படி வயரோட வரும். அப்பளும் வச்சு உட்கார வச்சு சோறு ஊட்டிடு. ഞാൻ അവർക്ക് വരുമ്പോ ചോറാൻ കൊടുത്തോളാം. അണ്ണൻ ഇപ്പൊ വിശക്കുന്നുണ്ടെ ഞാൻ ചോറ് തരാം. അങ്ങനെ சூடான சோறு உருட்டி என் வாயில வச்சு என் வாயை மூடிக்கிட்ட பார்க்காத. அநீதி எங்க பார்த்தாலும் துரை பேசிட்டு தான் இருக்கும். பேசுன்னு சொன்னா பேசும். வாலியா உட்காரு. ആരോട് പേശുന്ന കാര്യം പറയുന്നത്? அது வந்தாலியா அழியனை பத்தி நான் வெளியிறங்கும்போ ஒவ்வொருத்தர் கிண்டலா பேசுறாங்க. அவர்கிட்ட எல்லாம் அழியனை பத்தி பேச வேண்டிய இடத்துல பேசுன்னு சொன்னேன். കേസ് എന്നാച്ചാലിയാ? കേസൊക്കെ എന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. കുഴപ്പം വല്ലതും ഉണ്ടോ? എന്ത് കുഴപ്പം? ഒരു പ്രശ്നം ഇല്ലല്ലേ? ഇല്ലല്ല. நான் சொன்னல்ல மல்லி, நீ சும்மா வளவளான்னு ஆதி பிடிச்சு ஒவ்வொன்னு பேசிட்டு இருக்கு. இதெல்லாம் சின்ன பிரச்சனை, ஒரு ப்ராப்ளம் இல்லன்னு சொல்லிச்சுல்ல. இல்லையா? பாவம் பயந்து இருக்குதாவா? നീ ഭക്ഷണം കഴിച്ചോ? இல்ல. കഴിക്കണ്ടേ? അളിയൻ വരട്ടോന്ന് വെയിറ്റ് பண்ணிட்டு இருந்தேன். മല്ലിയെ എടുത്തോ ഭക്ഷണം എടുത്തോ. അല്ല മാഷ, ഇതിപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല. അത് അങ്ങനൊന്നും അല്ല ഇപ്പൊ ഇത് സംഭവം. ഇവർ രണ്ടാളും റോട്ടിൽ കൂടെ നടന്നു പോവാണ്. അപ്പോ ഭാസ്കരൻ മാഷിന്റെ മോളായിട്ടാണുള്ളത്. അപ്പൊ അവര് വന്ന് ആ ചക്കൻ നിന്ന് വർത്താനം പറയണെന്ന് ഇവര് കണ്ടപ്പോ എന്തൊക്കെ ഒരു കശപിശ നടക്കണ്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ അറിയണ ആൾക്കാരുടെ ഇപ്പൊ മക്കളെ ആരെങ്കിലും റോട്ടിൽ നിന്ന് വഴക്കൂടുമ്പോ നമ്മളൊന്ന് ഇടപെടൂലേ? അങ്ങനെ ഇടപെട്ടാണ്. അപ്പൊ അവന്റെ സംസാരത്തിന് മാറിപ്പോയി. ഇപ്പൊ ആ ചെക്കൻ കൂടെയുള്ള ചെക്കല്ലേ, അവന്റെ വർത്താനം തിരി ശരിയല്ല എന്ന് കണ്ടപ്പോ ഇവര് ചെറുതായിട്ടൊന്ന് പിടിച്ച് തല്ലൊക്കെ ചെയ്യണ്ടോന്ന്. അതും മാഷിന്റെ മോളല്ലേ വെച്ചിട്ടാണ് ഇവർ ഇടപെട്ടത്. അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവരല്ലാണ്ട് അങ്ങനെ ഇപ്പൊ ചെയ്യോ? നമ്മൾ ഈ പരിചയമുള്ള ആൾക്കാരുടെ മക്കളുടെ നേരൊക്കെ അങ്ങനെ ചെയ്യോ? അല്ല, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ ആരും അധികാരം തന്നു? നിങ്ങൾ സദാചാര പോലീസായിട്ട് എന്തിനും ചമഞ്ഞു. അതിനിവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുകാരുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എൻ്റെ ഇവിടെ വിട്ടു. ഞാൻ എൻ്റെ മോളെ വളർത്തി വെച്ച് അല്പം സ്വാതന്ത്ര്യം കൊടുത്തതാണ്. എനിക്കറിയാം ഒരു സ്വാതന്ത്ര്യമായിട്ട് തന്നെ വയ്ക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. നിങ്ങൾ എന്തിനാ ഇടപെടുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ? മാഷിന്റെ മോളായോണ്ട് മാത്രമാണ് ഞങ്ങൾ അതിൽ ഇടപെട്ടത്.
ഉപദ്രവിക്കണ പോലെ തോന്നിയപ്പോ എന്താണ് ഏതാണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇപ്പൊ എന്റെ മോക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സാറേ ഇതിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ മാത്രം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതാ ഞങ്ങൾ പറഞ്ഞതേ. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. അവക്കത് തെറ്റായിട്ട് തോന്നിയിട്ട് കാണും, അതാ അവള് കംപ്ലൈന്റ് കൊടുത്തത്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും ആണ് സംസാരിച്ചാൽ എന്താ തെറ്റ്? നിങ്ങൾ പഴയ കാലത്തെ പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നത് മനസ്സിലായില്ല. അവൾക്ക് അതിൻ്റെ വിദ്യാഭ്യാസമുണ്ട്, അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. പോരായിട്ട് അച്ഛനായ ഞാനും ഉണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ഇടപെടുന്നേ? സാറ് മോള് പറയണ മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഞങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ജോസുട്ട ഇനിയിപ്പോൾ അതൊന്നും സംസാരിക്കാക്കണ്ട സാറേ. സംഗതി മനഃപൂർവ്വം ഒന്നും ഇവര് ചെയ്തതല്ല. ഇവർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് തന്നെ കൂട്ടിക്കോ. സംഗതി അവര് മാസ്റ്റർ മോളായതുകൊണ്ടാണ് അതിലൊക്കെ കയറി ഇടപെട്ടത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത്, ഞങ്ങളൊരു കുടുംബമായിട്ട് കഴിയുന്നതാണ്. മാഷിനെ ഞങ്ങൾക്ക് അറിയാത്തതും അല്ല. മോളോടൊരു കാര്യം പറയാം, കേസും കൂട്ടൊക്കെ ആകുമ്പോൾ അത് വേറെ രീതിയിലേക്കാണ് പോവുക, മനസ്സിലാവുണ്ടോ? അപ്പൊ അതൊന്നും വേണ്ട. ഒരു ഒത്തുതീർപ്പിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ മാപ്പ് പറയണോ? അത് വേണി ഞങ്ങൾ വന്ന് പറയാൻ തയ്യാറാണ്. ഞാൻ മകളോട് പറഞ്ഞ് അത് കേസ് പിൻവലിക്കാം. പക്ഷെ മേലാൽ എൻ്റെ കുടുംബത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഇല്ല സാറേ, ഞങ്ങൾക്ക് ഒരു ഇടപെടലില്ല. ഞങ്ങൾ ഈ പരിപാടിയെ നിർത്തി. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങൾ ഇനി എന്തെങ്കിലും വന്ന് പറയുന്നതിലും വേണോ സാറേ? വേണ്ട, സാറ് പറഞ്ഞോളേ. ഞാൻ മോളോട് സംസാരിക്കാം. ചായ എന്തെങ്കിലും? ഞാൻ ചായ കുടിക്കാറില്ല. ഇതിന്റെ കാര്യമില്ല സത്യത്തില്. പിൻവലിച്ചു കിട്ടിയ ജയിച്ചില്ലേ? പിൻവലിച്ചില്ല നമ്മളെ കൊണ്ട് അകത്തരും. അതേ, ഇനിയെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ലോകം. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക, അത് ഏറ്റവും നല്ലത്.